नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत। എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം। ഇന്ന് നമ്മൾ ഡോക്ടർ रामकुमार वर्मा काल विभाजन പഠിക്കാൻ പോകുന്നത്। डॉक्टर रामकुमार वर्मा ने काल विभाजन को 5 भागों में बांटा है। അപ്പോൾ ഡോക്ടർ रामकुमार वर्मा കാൽ വിഭാജനത്തെ 5 ഭാഗങ്ങളിലായിട്ടാണ് തിരിച്ചിട്ടുള്ളത്। ഒന്നാമത്തേത് സന്ധികാൽ। സന്ധികാലിൻ്റെ സമയസീമ എന്ന് പറയുന്നത് 750 മുതൽ 1000 വിക്രമി സമ്പത്ത് വരെയാണ് കേട്ടോ। രണ്ടാമത്തേത് ചാരൻകാൽ। ചാരൻകാൽ എന്നത് 1000 മുതൽ 1375 വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത്। മൂന്നാമത്തേത് ഭക്തികാൽ। ഭക്തികാൽ 1375 മുതൽ 1700 വരെയാണ്। നാലാമത്തേത് രീതികാൽ। രീതികാൽ की समय सीमा 1700 से 1900 तक കേട്ടോ। രീതികാലിൻ്റെ സമയം 1700 മുതൽ 1900 വരെയാണ്। ആധുനിക് കാൽ അഞ്ചാമത്തേത് ആധുനിക് കാൽ 1900 മുതൽ അബ് തക് 1900 മുതൽ ഇന്ന് വരെയാണ് നമ്മുടെ ആധുനിക് കാലിൻ്റെ സമയസീമ എന്ന് പറയുന്നത്। അപ്പോൾ രാംകുമാർ വർമ്മ കാൽ വിഭാജൻ നടത്തിയിട്ടുള്ളത് 5 ഭാഗങ്ങളിലായിട്ടാണ്। സന്ധികാൽ, ചാരൻകാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനിക് കാൽ। സമയസീമ നമ്മൾ രാമചന്ദ്ര ശുക്ലിൻ്റെ പഠിച്ചതുപോലെ തന്നെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, എങ്കിലും പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പേരുകൾ, അത് നിങ്ങൾ പഠിച്ചു വെക്കുക। സന്ധികാൽ, ചാരൻകാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനിക് കാൽ। അപ്പോൾ ഡോക്ടർ രാംകുമാർ വർമ്മയുടെ കാൽ വിഭാജൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു। അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ധന്യവാദം।